Guys, welcome back to NKL EDITS. So guys, അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പ്രിവ്യൂ ഉണ്ട് ആ ഒരു കിഡിലെ ട്രാൻസിഷൻ എങ്ങനെ വളരെ സിമ്പിളായിട്ട് ലൈറ്റ് മോഷനിൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ വളരെ കുറച്ച് സ്റ്റെപ്സും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. സോ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഗൈസ്, നമ്മളിവിടെ ലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്യുക, പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് 1:1 റേഷ്യോയിൽ ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ദെൻ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, മീഡിയയിലേക്ക് വന്ന ശേഷം ഒരു 3 ഫോട്ടോസാണ് ഞാൻ ഇതിനായിട്ട് എടുക്കുന്നത്. 3 ഫോട്ടോസ് ഇതേപോലെ ആഡ് ചെയ്യുക. ദെൻ ഈ ഒരു 3 ഫോട്ടോസും നമ്മൾ സെലക്ട് ചെയ്തിട്ട് 1.15 വരെ എനിക്ക് ഈ ഒരു ക്ലിപ്പ് ഉണ്ട്, അതുകൊണ്ട് തന്നെ അത് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ദെൻ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ഇതേപോലെ കുറച്ച് പ്ലേസസിൽ നമ്മൾ ബീറ്റ് മാർക്ക് ആഡ് ചെയ്യണം കുറച്ച്, അതായത് 1.15 1 അതേപോലെ 0.15. ഓക്കെ, ദെൻ നമ്മൾ ഈ ഒരു എല്ലാ ലേയേഴ്സും കൂടെ ഗ്രൂപ്പ് ചെയ്യുക. ഗ്രൂപ്പ് ചെയ്ത ശേഷം നമ്മൾ ജസ്റ്റ് സൂം ഔട്ട് ചെയ്ത് കൊടുക്കുക, കുറച്ചൊന്ന് സൂം ഔട്ട് ചെയ്ത് കൊടുക്കുക ഇതേപോലെ. ഓക്കെ, ഇതേപോലെ കുറച്ചൊന്ന് സൂം ഔട്ട് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ ഈ ഒരു 3 ഡോട്ടിൽ വരിക. ദെൻ ഇത് നമ്മളൊന്ന് അൺഗ്രൂപ്പ് ചെയ്യുക. ദെൻ നമ്മൾ ഫോട്ടോസ് ഈ ഒരു റേഞ്ചിൽ അറേഞ്ച് ചെയ്യുക. ഇപ്പോൾ ഞാൻ സ്ക്രീനിൽ കാണിച്ച പോലെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക ഈ ഒരു രീതിക്ക്. ഓക്കെ, ഈ ഒരു രീതിക്ക് കറക്റ്റായിട്ട് നിങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മൾ ഈ എല്ലാ ലെയേഴ്സും ഒന്നും കൂടെ സെലക്ട് ചെയ്യുക, എന്നിട്ട് ഗ്രൂപ്പ് ചെയ്യുക. ദെൻ ആ ഒരു ലെയർ സെലക്ട് ചെയ്ത് നമ്മളിവിടെ വന്ന് ഫിൽ സ്ക്രീൻ കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതേപോലെ ഏതെങ്കിലും ഒരു ഫോട്ടോ ഫില്ലായിട്ട് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടാവും. ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ സ്കെയിൽ ടൂളിലേക്ക് വരിക. ഫസ്റ്റ് ഒരു കീ ഫ്രെയിം, ഇവിടെ ഒരു കീ ഫ്രെയിം. എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗം നമ്മൾ ഫുള്ളായിട്ട് താഴേക്ക് സെറ്റ് ചെയ്യുക. ഓക്കെ, ഈ ഒരു പാർട്ട് കംപ്ലീറ്റ് ആയി താഴേക്ക് സെറ്റ് ചെയ്ത ശേഷം നമ്മളിവിടെ ഫസ്റ്റ് ഫോട്ടോ സ്ക്രീനിൽ വരുന്ന രീതിക്ക് സെറ്റ് ചെയ്യുക കറക്റ്റ്. ഓക്കെ, ദെൻ ഇതിൻ്റെ സെൻട്രലായിട്ട് നമ്മൾ ഈ ഒരു കർവാണ് അപ്ലൈ ചെയ്യുന്നത്. ദെൻ നമ്മൾ ഈ ഒരു ലെയറിൽ എഫക്ട്സ് ആഡ് എഫക്ട്സിൽ മോഷൻ ബ്ലർ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു മോഷൻ നമുക്ക് കറക്റ്റ് കിട്ടി. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ ഒരു ലെയർ സെലക്ട് ചെയ്യുക, ഇവിടെ മുകളിൽ ഗ്രൂപ്പ് കൊടുക്കുക. ഓക്കെ, ഇനി നമ്മൾ എഗെയിൻ നമ്മളിവിടെ വരിക. ഫസ്റ്റ് ഒരു കീ ഫ്രെയിം, 1 ഒരു കീ ഫ്രെയിം. ഇവിടെ വന്ന് നമ്മൾ രണ്ടാമത്തെ ഫോട്ടോ വരുന്ന രീതിക്ക് കറക്റ്റായി സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത് സെറ്റ് ചെയ്ത് കൊടുത്ത ശേഷം എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ കൊടുക്കേണ്ട കർവ് എന്ന് പറയുന്നത് 4th കർവാണ്. ഈ ഒരു കർവ് നമ്മളിവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ദെൻ ഈ ഒരു കർവ് നമ്മൾ കോപ്പി ചെയ്തെടുക്കുക. ഓക്കെ, ദെൻ നമ്മൾ ഇവിടെ നേരത്തെ കോപ്പി ചെയ്ത ആ ഒരു എഫക്റ്റ്, അതായത് മോഷൻ ബ്ലറോടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഫോട്ടോ വരുന്ന രീതിക്ക് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ എഗെയിൻ ഈ ഒരു ലെയർ സെലക്ട് ചെയ്തിട്ട് ഗ്രൂപ്പ് കൊടുക്കുക. നമ്മൾ സ്കെയിൽ ടൂളിലേക്ക് മൂവ് ടൂളിലേക്ക് വന്ന ശേഷം നമ്മൾ 0.15ലും എൻഡിലുമാണ് അടുത്തൊരു കീ ഫ്രെയിംസ് ആഡ് ചെയ്യുന്നത്. ഇവിടെ വന്ന് മൂന്നാമത്തെ ഫോട്ടോ വരുന്ന രീതിക്ക് കൊടുക്കുക. അതായത് ഇപ്പം ഞാൻ കൊടുത്ത ഫോട്ടോ 1:1 റേഷ്യോയിൽ കറക്റ്റ് അല്ലാത്തതുകൊണ്ടാണ് ഈ ഒരു രീതിക്ക് ഗ്യാപ്പും കാര്യങ്ങളൊക്കെ വരുന്നത്. നിങ്ങൾ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ആ ഒരു സ്ക്രീനിൽ ഫില്ലാവുന്ന രീതിക്കുള്ള ഫോട്ടോ എടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു രീതിക്ക് ഇവിടെയും കൊടുത്ത ശേഷം ഇവിടെയും നമ്മൾ 4th കർവ് തന്നെയാണ് കൊടുക്കുന്നത്. അതായത് നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ഇവിടെയും നമ്മൾ മോഷൻ ബ്ലർ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവിടെയും നമ്മൾ മോഷൻ ബ്ലർ അപ്ലൈ ചെയ്യുക. ദെൻ ഒന്നും കൂടി നമ്മൾ സ്കെയിൽ ടൂളിലേക്ക് വരിക. ഇവിടെ ഈ ഫസ്റ്റ് പാർട്ടിലേക്ക് വരിക. ഫസ്റ്റ് പാർട്ടിൽ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുത്ത ശേഷം ഇതേപോലെ കംപ്ലീറ്റ് ആയി താഴേക്ക് സെറ്റ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മളിവിടെ നമ്മൾ ആദ്യം കൊടുത്ത ആ ഒരു കർവ് ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ഒരു മോഷൻ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ഈ ഒരു ലെയർ സെലക്ട് ചെയ്തിട്ട് കോപ്പി ലെയർ കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ലെയർ ഓഫ് ആക്കിയിടുക. അതെ, നമ്മൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഒരു റെക്റ്റാങ്കിൾ ഇതേപോലെ ആഡ് ചെയ്യുക. ഓക്കെ, അതിനു മുമ്പ് നമ്മൾ ഈ ഒരു ബട്ടൺ ഓൺ ചെയ്തിട്ടിട്ട് നമ്മളിതൊന്ന് ഗ്രൂപ്പ് ആൻഡ് മാസ്ക് ചെയ്യുകയാണ്. ഫിൽ സ്ക്രീൻ കൊടുക്കുക. ദെൻ ഇതിൻ്റെ എൻഡ് വരെ അതായത് 1.15 വരെ സെറ്റ് ചെയ്തിട്ട് സെലക്ട് ഓൾ ലെയേഴ്സ് കൊടുത്ത് ഗ്രൂപ്പ് ആൻഡ് മാസ്ക് ചെയ്യുക. ദെൻ ഈ ഒരു ലെയർ നമ്മൾ ഓഫ് ആക്കിയിട്ട ശേഷം പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പുതിയൊരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്യുക. ദെൻ അതിൽ എക്സിൻ്റെ വാല്യൂ വന്ന് ഒരു 237ലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ആ ഒരു ഫ്രെയിം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു വാല്യൂവിൽ ഒരു ഫ്രെയിം നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, അല്ലെങ്കിൽ അതിൻ്റെ തന്നെ PNGയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഇതേപോലുള്ള ഫ്രെയിംസിൻ്റെ PNGയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേറെ എന്തെങ്കിലും രീതിക്ക് ഇത് മാറ്റാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു രീതിക്ക് ചെയ്യുക. ഇപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാണ് സൈസ് എടുത്തിട്ടുള്ളത്, എക്സും വൈയും. ദെൻ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഒരു റെക്റ്റാങ്കിൾ കൂടെ ആഡ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് സ്കെയിൽ ചെയ്ത് കൊടുക്കുക. ഇതേപോലെ സ്കെയിൽ ചെയ്ത് കൊടുത്ത ശേഷം മൂവ് ടൂളിൽ വന്ന് ഇതേപോലെ ഒന്ന് മൂവ് ചെയ്തിട്ട് ഈ ഒരു രീതിക്കൊക്കെ സെറ്റ് ചെയ്യുക. ദെൻ ഇതും നമ്മൾ ഈ ഒരു റേഞ്ചിൽ സെറ്റ് ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. അതായത് 1.15 വരെ വേണ്ടു. അത് നമ്മൾ അവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് ആ ഒരു 2 ലെയറും സെലക്ട് ചെയ്യുക. ദെൻ ഇവിടെ മൂന്നാമതുള്ള ഗ്രൂപ്പ് ആൻഡ് മാസ്ക് കൊടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു രീതി കറക്റ്റായിട്ട് കിട്ടും. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ താഴെയുള്ള ലെയർ, അതായത് നമ്മുടെ ലെയർ ഓപ്പൺ ചെയ്യുക. ഇവിടെ വന്ന ശേഷം അതായത് 0.15 വരുമ്പോൾ നമുക്ക് ആ ഒരു സ്ക്രീനിൽ ഫില്ലായി കിട്ടും. ഇവിടെ നമ്മൾ സൂം ഔട്ട് ചെയ്ത് കൊടുക്കുക.
ദെൻ നമ്മൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് ഇതിൽ പിടിക്കുന്ന രീതിക്ക്, ആ ഒരു ഫ്രെയിമിൽ പിടിക്കുന്ന രീതിക്ക് കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളത്. ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ എഗെയിൻ ഒരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്യുക. അതിനു മുമ്പ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ, അതായത് നമ്മൾ ഈ ഒരു ഫ്രെയിം ആഡ് ചെയ്തതിൽ ഷാഡോ എനേബിൾ ചെയ്തിട്ട് ഷാഡോയുടെ വാല്യൂ ഒക്കെ കൊടുക്കുക. ഷാഡോയുടെ കളർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കളർ കൊടുക്കാം. ഓക്കെ, ഏതെങ്കിലും ഒരു കളർ കൊടുക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള. ഞാനിപ്പോൾ 2 റോസ് തന്നെയാണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്ലാക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് കൊടുക്കുക. അത് നിങ്ങളുടെ ചോയ്സാണ്. അതേപോലെ ആ ഒരു ഫ്രെയിമിൻ്റെ കളറും നിങ്ങളുടെ ചോയ്സാണ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ എഗെയിൻ ഒരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്യുക. അത് നമ്മൾ എന്ത് ചെയ്യുക, ഫിൽ സ്ക്രീൻ കൊടുക്കുക. ദെൻ നമ്മൾ 1.15 വെച്ച് കട്ട് ചെയ്യുക. ദെൻ അതൊന്ന് ജസ്റ്റ് നമ്മളത് ജസ്റ്റ് ഒന്ന് സ്കെയിൽ ചെയ്ത് കൊടുക്കുക ഇതേപോലെ. ദെൻ നമ്മൾ 3 ഡോട്ടിൽ വന്ന് എല്ലാ ലെയറും സെലക്ട് ചെയ്യുക, ഗ്രൂപ്പ് ആൻഡ് മാസ്ക് കൊടുക്കുക. ഇനി ഇതിൽ നമുക്ക് കുറച്ച്, അതായത് ഒരു സൂം കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ഇവിടെ വരാം. ഈ ഒരു പാർട്ടിലായി വന്ന ശേഷം നമ്മൾ ഫസ്റ്റ് ഒരു കീ ഫ്രെയിം 1.15 കീ ഫ്രെയിം, ഇവിടെ 1.15 കീ ഫ്രെയിം പറയുമ്പോൾ നമ്മൾ 0 കീ ഫ്രെയിം പറയുമ്പോൾ നമ്മൾ ഫുള്ളായി സൂം ഔട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമുക്ക് പോപ്പപ്പായി വരുന്ന ഒരു രീതിക്കാണ്. അപ്പം അവിടെ നമ്മൾ കൊടുക്കേണ്ട കർവ് പറയുന്നത് ഈ ഒരു കർവാണ്. ഓക്കെ, ഈ ഒരു കർവ് നിങ്ങൾ കറക്റ്റായിട്ട് കൊടുക്കുക. 0-ലും 0.15-ലും. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, അഗെയിൻ നമ്മൾ നേരത്തെ ചെയ്ത സെയിം പ്രോസസ്സ് ഗ്രൂപ്പ് ചെയ്യുക. ദെൻ നമ്മൾ ഫസ്റ്റ് ഒരു കീ ഫ്രെയിം, സ്കെയിൽ ടൂളിൽ ഫസ്റ്റ് ഒരു കീ ഫ്രെയിം, ദെൻ 1-ൽ കീ ഫ്രെയിം. അത് പറഞ്ഞാൽ നമ്മൾ കുറച്ചൊന്ന് സൂം ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ മാറ്റാം. ദെൻ ഇവിടെ ഞാൻ ഈ ഒരു 4th കർവാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത് വെച്ചാൽ ഒരു 4th കർവ് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുക, ഒന്നും കൂടെ ആ ഒരു ലെയർ ഗ്രൂപ്പ് ചെയ്യുക. ഗ്രൂപ്പ് ചെയ്ത ശേഷം നമ്മൾ സ്കെയിൽ ടൂളിലേക്ക് വരിക. 0.15-ലും എൻഡിലും ആയിട്ടാണ് കീ ഫ്രെയിം ആഡ് ചെയ്യുന്നത്. ഇതൊന്ന് നമ്മൾ സൂം കുറച്ച് കൊടുക്കുകയാണ്. ദെൻ ഇവിടെ വന്ന് നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത സെയിം 4th കർവ് കൊടുക്കുക. ദെൻ എഗെയിൻ നമ്മൾ ഫ്രണ്ടിലേക്ക് വന്ന ശേഷം ഫസ്റ്റ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്തിട്ട് ഫുള്ളായി സൂം ഔട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ദെൻ അവിടെ നമ്മൾ ഫസ്റ്റ് കൊടുത്ത ആ ഒരു കർവ് തന്നെയാണ് കൊടുക്കേണ്ടത്. ഈ ഒരു കർവാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ പ്ലേ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു രീതിക്ക് നമുക്ക് കറക്റ്റ് കിട്ടിയിട്ടുണ്ടാവും. ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ഇവിടെ നമ്മൾ നേരത്തെ കോപ്പി ചെയ്തെടുത്ത ലെയർ സെലക്ട് ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യുക. ദെൻ ഇതിൻ്റെ താഴെയായിട്ട് സെറ്റ് ചെയ്യുക. ദെൻ അതിൻ്റെ ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റിയിൽ പോയിട്ട് അതിൻ്റെ ഒപ്പാസിറ്റി നമ്മൾ കുറച്ച് കൊടുക്കും. ഒരു 20 അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിൽ സെറ്റ് ചെയ്ത്. ഇപ്പം ഞാൻ വൈറ്റ് സ്ക്രീൻ സെലക്ട് ചെയ്തുകൊണ്ടാണ് ഈ ഒരു വൈറ്റ് കളർ വരുന്നത്. ഇവിടെ വന്ന് നമ്മൾ ബ്ലാക്ക് ആക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു രീതിക്കായിരിക്കും ഉണ്ടാവുക. നിങ്ങൾക്ക് ഏതൊരു കളറാണോ വേണ്ടത് അത് നിങ്ങളുടെ ഇവിടെ ഒന്ന് ചൂസ് ചെയ്യുക. ഓക്കെ, ബാക്ക്ഗ്രൗണ്ടിൽ ഏത് കളറാണോ വേണ്ടത് എന്നുള്ളത് ഇവിടെ നിന്ന് ചൂസ് ചെയ്യുക നിങ്ങൾക്ക്. ഇപ്പോൾ നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ട് ആ ഒരു ഔട്ട്പുട്ട് കറക്റ്റായി കിട്ടിയിട്ടുണ്ട്. ഫ്രെയിമിൻ്റെ കളർ ഇപ്പോൾ റോസാണുള്ളത്. അത് നിങ്ങൾക്ക് ബോറായി തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പം നിങ്ങൾക്ക് ജസ്റ്റ് ട്യൂട്ടോറിയൽ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കളറൊന്നും മാറ്റാതിരുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഫോട്ടോത്തിനനുസരിച്ച്, ഇപ്പം ആ നെയ്മറിൻ്റെ ഫോട്ടോയിൽ വൈറ്റ് ഉണ്ട്, ഗ്രീൻ ഉണ്ട്. ഓക്കെ, ആ ഒരു റേഞ്ചിലുള്ള കളർ വേണമെങ്കിൽ നിങ്ങൾക്ക് അത് സെറ്റ് ചെയ്യാം. ബാക്കിയൊക്കെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഇനി ഇതേപോലെ എഡിറ്റിംഗ് വീഡിയോസ് ലഭിക്കാൻ വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്.